Dear students, in this video, we'll be discussing about the plane diffraction grating. Diffraction grating എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's an arrangement of large number of slits of equal width separated by opaque portions. അതായത് നമ്മളൊരു ഗ്ലാസ് പ്ലേറ്റ് എടുത്തിട്ട് കുറേ ലൈൻസ് ഇങ്ങനെ റഫ് ആയിട്ട് വരയ്ക്കാന്ന് വെക്കാം. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന പോർഷൻ ഒപ്പേക്ക് ആയിരിക്കും, ആ തട്ടാത്ത പോർഷൻ ഇത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അപ്പോൾ ദിസ് ക്യാൻ ആക്ട് ആസ് എ സ്ലിറ്റ്. ഇങ്ങനെ ഒരുപാട് ലൈൻസ് അടുത്തടുത്ത് വരച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് അതിന് പ്രത്യേകിച്ച് ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടാണ് അടുപ്പിച്ചടുപ്പിച്ച് ലൈൻസ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലാബിൽ ഈ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എക്സ്പെരിമെന്റ് ചെയ്യും. ലാബിലുള്ള ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗിന് 1500 ലൈൻസ് ഉണ്ട് 1 ഇഞ്ച് ലെങ്ത് ഓഫ് ദ ഗ്ലാസ് പ്ലേറ്റ്. ദാറ്റ് ഇസ് കറസ്പോണ്ട് ടു 6 × 10⁵ ലൈൻസ് പെർ മീറ്റർ. ഒരു മീറ്റർ എടുക്കുകയാണെങ്കിൽ 6 × 10⁵ ലൈൻസ് ഇതുപോലെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നടക്കുന്ന ഡിഫ്രാക്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു സിംഗിൾ സ്ലിറ്റിൽ നടക്കുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ സ്ലിറ്റ്സ് ആണുള്ളത്, ഒന്നിലധികം സ്ലിറ്റുകളുണ്ട് ഒരു സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ തിയറി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു സ്ലിറ്റ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എടുത്തു. ഗ്രേറ്റിംഗ് എലമെന്റ് ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് ആണ്. എ മുതൽ ബി വരെ n സ്ലിറ്റ്സ് ഉണ്ടെന്ന് വെക്കാം, n പാരലൽ സ്ലിറ്റ്സ് ഉണ്ട്. അപ്പോൾ പാരലൽ സ്ലിറ്റ്സ് എന്ന് പറയുമ്പോൾ എ തൊട്ട് ഒരു പോർഷൻ ഓപ്പൺ ആയിരിക്കും, അതായത് ട്രാൻസ്മിറ്റ് ലൈറ്റിനെ കടത്തി വിടുന്നതായിരിക്കും. മറ്റൊരു പോർഷൻ ഒപ്പേക്ക് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ എ മുതൽ സി എന്നുള്ള പോർഷൻ ഇവിടെ എൻലാർജ് ആണെങ്കിൽ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോർഷനും ഇത് ഒപ്പേക്ക് ആയിട്ടുള്ള പോർഷൻ ആയിരിക്കും. ഇപ്പൊ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോർഷന്റെ ലെങ്ത് എയും ഒപ്പേക്ക് പോർഷന്റെ ലെങ്ത് ബിയും ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A+B എന്നുള്ള ആ ലെങ്തിനെ നമ്മൾ ഗ്രേറ്റിംഗ് എലമെന്റ് എന്നാണ് പറയാം. ഓക്കെ, നൗ ഇങ്ങനെയുള്ള സ്ലിറ്റിലൂടെ നമ്മളൊരു മോണോക്രോമാറ്റിക് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ വരുന്ന ഈ സ്ലിറ്റിന്റെ ഓരോ പോയിന്റും ഇസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ, സെക്കൻഡറി വേവ്ലെറ്റ്സ് ആണ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ സെക്കൻഡറി വേവ്ലെറ്റ്സ് ഒരു ലെൻസിന്റെ സഹായത്തോടു കൂടി കൺവേർജ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സെൻട്രൽ പോർഷനിൽ വരുന്ന ബീമിന്റെ ഇവിടെ ഒരു പി എന്നുള്ള പോയിന്റിൽ നമുക്കൊരു സെൻട്രൽ ബ്രൈറ്റ് സ്പോട്ട് കാണാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് ഇത്. അപ്പൊ ഇതിൽ ഈ കാണിച്ചിരിക്കുന്ന പാറ്റേണിൽ നമ്മൾ ഇവിടെ വൈറ്റ് ലൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മോണോക്രോമാറ്റിക് ലൈറ്റ് ആണെങ്കിൽ ഈ കളേഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, ജസ്റ്റ് ഈ സ്പോട്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം ഒറ്റ വേവ് ലെങ്ത് ഉള്ളൂ. കളേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ് വൈറ്റ് ലൈറ്റ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ സെൻട്രൽ സ്പോട്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ലൈറ്റിന്റെ അതേ കുറച്ചൊക്കെ ഒരു ഡിം കളറാണ് ഇവിടെ ഉണ്ടാവുക, പക്ഷെ ബ്രൈറ്റ് സ്പോട്ട് ആയിരിക്കും സെൻട്രലിൽ ഉണ്ടായിരിക്കും. ഈ സെൻട്രലിന് രണ്ട് വശത്തേക്കുമായിട്ട് പല പാറ്റേൺസ്, അതായത് പല മാക്സിമാസ്, ഇതിന് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വരുന്നത് സെൻട്രൽ മാക്സിമം എന്നും ഈ അല്ലാണ്ട് രണ്ട് സൈഡിലേക്ക് വരുന്നതിന് പ്രിൻസിപ്പൽ മാക്സിമാസ് എന്നും പറയാം. അപ്പൊ പ്രിൻസിപ്പൽ മാക്സിമാസ് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഒരു പി എന്നുള്ള പോയിന്റ് എടുത്ത് നോക്കാം. അപ്പൊ പി എന്നുള്ള പോയിന്റ് പറയുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇൻപുട്ടിൽ, അതായത് ഗ്രേറ്റിംഗിലേക്ക് കൊടുക്കുന്ന ലൈറ്റിനെ ഡിഫ്രാക്ട് ചെയ്തിട്ടാണ് ഈ P1 എന്നുള്ള പോയിന്റിലേക്ക് ലൈറ്റ് എത്തുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിഫ്രാക്ഷൻ ആംഗിൾ, അതായത് ഇതിൽ ഉണ്ടാവുന്ന ചെരിവ് എന്ന് പറയുന്നത്, അതായത് ഈ ആംഗിൾ, ഡിഫ്രാക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതായത് എ എന്നുള്ള പോയിന്റിൽ നിന്ന് വരുന്ന സെക്കൻഡറി വേവ്ലെങ്ത് ഇവിടെ ഈ പാത്തിലൂടെയാണ് എത്തുന്നത്. സി എന്നുള്ള പോയിന്റ് വരുമ്പോൾ അഗെയിൻ ഈ ഒരു വളഞ്ഞ പാത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ പാത്തിലേക്ക് എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിൽ നിന്നും നമുക്ക് പാത്ത് ഡിഫറൻസ് എന്ന്, അതായത് ഈ രണ്ട് റേ എയിൽ നിന്നും സിയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന റേ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് CN. ഇതാണ് അഡീഷണൽ ആയിട്ട് ഉള്ള പാത്ത് ഡിഫറൻസ് ആണ്. ഓക്കെ, അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ചെയ്യാം. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ CN / A+B ആയിരിക്കും. ഇപ്പോൾ CN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+B സൈൻ തീറ്റ. ഇതാണ് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ പാത്ത് ഡിഫറൻസ് n ലാംഡ ആവുന്ന സമയത്ത് n ടൈംസ് ലാംഡ ഉപയോഗിച്ച വേവ് ലെങ്ത്, നമുക്ക് ഇവിടെ ഇനിഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന മോണോക്രോമാറ്റിക് വേവ് ലെങ്ത് ആണ്. n ലാംഡ ആവുന്ന സമയത്ത് വിൽ ഗെറ്റ് ദ പ്രിൻസിപ്പൽ മാക്സിമ അറ്റ് P1.
അപ്പോൾ P1 എന്നുള്ള പോയിന്റിൽ ഒരു പ്രിൻസിപ്പൽ മാക്സിമ കിട്ടും. ഓക്കെ, അഗൈൻ ഞാൻ പറയുന്നു, മോണോക്രോമാറ്റിക് സോഴ്സ് ആണെങ്കിൽ ഒരൊറ്റ സ്പോട്ടേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സെൻട്രൽ മാക്സിമത്തിന് ചുറ്റും രണ്ട് സൈഡിലേക്കായിട്ട് ഇവിടെ ഒരു സ്പോട്ട്, ഇവിടെ ഒരു സ്പോട്ട്. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ മാക്സിമാസ് മൾട്ടിപ്പിൾ പ്രിൻസിപ്പൽ മാക്സിമ ഉണ്ട്. ആദ്യം n=1 ആകുമ്പോൾ പ്രിൻസിപ്പൽ മാക്സിമ കിട്ടും, n=2 ആകുമ്പോൾ കിട്ടും, n=3 ആകുമ്പോൾ കിട്ടും. ഇവിടെ m എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് m എന്നുള്ളത് ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതുകൊണ്ടാണ് ഇവിടെ m നമ്മൾ യൂസ് ചെയ്യുന്നത് n എന്നുള്ള ലെറ്റർ ആണ്. ഓക്കെ, നൗ അപ്പൊ രണ്ട് സൈഡിലേക്കും പ്രിൻസിപ്പൽ മാക്സിമാസ് ഉണ്ട്. അതിനെ നമുക്ക് nth ഓർഡർ ഡിഫ്രാക്ഷൻ എന്നൊക്കെ പറയാം. ഇത് ഫസ്റ്റ് ഓർഡർ ഡിഫ്രാക്ഷൻ, ഇത് സെക്കൻഡ് ഓർഡർ, ഇത് തേർഡ് ഓർഡർ. അതുപോലെ തന്നെ രണ്ട് സൈഡിലേക്കും ഉണ്ട്, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ എന്നുള്ള രണ്ട് സൈഡിലേക്കും ഉണ്ടായിരിക്കും. ഓക്കെ, നൗ ഇഫ് ദർ ആർ n റൂളിങ്സ് ഇൻ 1 മീറ്റർ ഓഫ് ഗ്രേറ്റിംഗ്, അതായത് 1 മീറ്ററിൽ n ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, n ലൈൻസ് എന്ന് പറയുമ്പോൾ n റൂളിങ്സിന്റെ ലെങ്ത് 1 ആണ്. അപ്പോൾ ഒരു റൂളിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1/n എന്ന് പറയുന്നത് എത്രയായിരിക്കും? a+b. അതായത് a+b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂളിംഗ് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്പെറന്റ് ഓരോ ഒപ്പേക്കും. ഓക്കെ, അപ്പോൾ 1 മീറ്ററിൽ n ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ a+b എന്ന് പറയുന്നത് 1/n ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ a+b എന്നുള്ളതിന് പകരം 1/n എന്ന് കൊടുക്കാം. അപ്പോൾ n-ന് ഇങ്ങോട്ട് എഴുതാം. സൈൻ തീറ്റ n ഈക്വൽ ടു n ലാംഡ എന്ന് പറയും. ഇതിനെ ഗ്രേറ്റിംഗ് ലോ എന്ന് പറയും. ഓക്കെ, അതായത് n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദി സ്പെക്ട്രം ആണ്. ഓക്കെ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ എന്നുള്ള രീതിയിലുള്ള സ്പെക്ട്രത്തിന്റെ ഓർഡർ ആണ്. തീറ്റ n എന്ന് പറഞ്ഞാൽ nth ഓർഡർ സ്പെക്ട്രത്തിന്റെ ഡിഫ്രാക്ഷൻ ആംഗിൾ ആണ്. ഓക്കെ, ഈ അതായത് പ്രൈമറി മാക്സിമം കാണുന്ന ഈ ആംഗിൾ ആണ്. ഇപ്പൊ ഇതാണെങ്കിൽ θ1 ആയിരിക്കും, ഇതാണെങ്കിൽ θ2 ആയിരിക്കും. ഓക്കെ, nth ഓർഡർ ഡിഫ്രാക്ഷൻ ആംഗിൾ ആണ് θn എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ റിസോൾവിംഗ് പവർ ഓഫ് ഗ്രേറ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇറ്റ്സ് എ മെത്തേഡ്. റിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ഒബ്ജക്റ്റിനെ സെപ്പറേറ്റ്ലി കാണുക എന്നുള്ളതാണ്. അതായത് അതിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതിന്റെ പവറാണ്. ഓക്കെ, ദ മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് ടു നിയർ ബൈ ഒബ്ജക്റ്റ് കോൾഡ് റെസൊല്യൂഷൻ. ഓക്കെ, മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് ടു നിയർ ബൈ, രണ്ട് അടുത്തടുത്തുള്ള ഒബ്ജക്റ്റിനെ സെപ്പറേറ്റ് ചെയ്ത് കാണുന്നത് തന്നെയാണ് റെസൊല്യൂഷൻ. ആൻഡ് ദ എബിലിറ്റി ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ടു പ്രൊഡ്യൂസ് ഡിസ്റ്റിങ്ക്ട്ലി സെപ്പറേറ്റ് ഇമേജസ് ഓഫ് ടു ഒബ്ജക്ട്സ് വെരി ക്ലോസ് ടുഗദർ ഈസ് കോൾഡ് ഇറ്റ്സ് റിസോൾവിംഗ്. ആ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് വെച്ച് നോക്കിയിട്ട് അതിനെ രണ്ട് നിയർ ബൈ ഒബ്ജക്ട്സിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ വേണ്ടി അതിനുള്ള പവറാണ് റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് ആസ് എ റെസിപ്രോക്കൽ ഓഫ് സ്മോളസ്റ്റ് ആംഗിൾ സബ്ടെൻഡഡ് അറ്റ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ഒബ്ജക്റ്റീവ് ലെൻസിൽ സബ്ടെൻഡ് ചെയ്യുന്ന സ്മോളസ്റ്റ് ആംഗിൾ ആയിട്ടാണ് ഈ റിസോൾവിംഗ് പവർ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു രണ്ട് ഒബ്ജക്ട്സ് ഉണ്ടെന്ന് വയ്ക്കാം. പക്ഷെ രണ്ട് ഒബ്ജക്ട്സും കോയിൻസൈഡിങ് ആണെങ്കിൽ അതിന് നോട്ട് റിസോൾവ് എന്ന് പറയും. അപ്പൊ ഇതുപോലെയാണ് രണ്ട് ഒബ്ജക്ട്സ് വരുന്നതെങ്കിൽ ജസ്റ്റ് റിസോൾവ് എന്ന് പറയും. അപ്പൊ ഈ തരത്തിലാണ് വരുന്നതെങ്കിൽ അതിനെ വെൽ റിസോൾവ് എന്ന് പറയാം. അപ്പൊ ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു സെൻട്രൽ പ്രിൻസിപ്പൽ മാക്സിമം. അപ്പൊ നമ്മൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രിൻസിപ്പൽ മാക്സിമം ഉണ്ട്. ഓക്കെ, ഇതും ഒരു പ്രിൻസിപ്പൽ മാക്സിമം. പക്ഷെ ഈ പ്രിൻസിപ്പൽ മാക്സിമത്തിന്റെ ഫസ്റ്റ് മിനിമ നെക്സ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമത്തിന്റെ അവിടെയാണ് കോയിൻസൈഡ് ചെയ്യുന്നതെങ്കിൽ അതിന് വെൽ റിസോൾവ് ആണെന്ന് പറയാം. ഓക്കെ, അതായത് ഈ പീക്കിന്റെ ലോവർ പോയിന്റ് ഈ പ്രിൻസിപ്പൽ മാക്സിമത്തിന്റെ ഈ ഒരു പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന് വെൽ റിസോൾവ് ആണെന്ന് നമുക്ക് പറയാം. ഇനി റിസോൾവിംഗ് പവർ നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നത് λ/d λ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സെറ്റപ്പ് അഗൈൻ ഗ്രേറ്റിംഗിൽ നമ്മൾ നോർമലി ലൈറ്റ് വന്ന് വീഴുന്നു അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് പല പാറ്റേൺസ് കിട്ടും. ഇപ്പോൾ P1 നമുക്ക് nth ഓർഡർ മാക്സിമം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് മാക്സിമത്തിന്റെ കണ്ടീഷൻ a+b sin θ = n λ ആണ്. ഈ P2 നമുക്ക് nth പ്രൈമറി മാക്സിമം ആണ് കിട്ടുന്നില്ല. ഓക്കെ, ഫോർ എ വേവ് ലെങ്ത് λ+d, അതായത് കുറച്ച് സ്ലൈറ്റ്ലി ഡിഫറെന്റ് വേവ് ലെങ്ത്തിന് P2 nth പ്രൈമറി മാക്സിമം കിട്ടുന്ന കണ്ടീഷൻ അതും ഇവിടെ എഴുതി. അപ്പോൾ ലാംഡ വ്യത്യാസമുള്ളത്, വേവ് ലെങ്ത് വ്യത്യാസം ഉള്ളതുകൊണ്ട് ഡിഫ്രാക്ഷൻ ആംഗിളും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് θ + d θ.
ഇനി ഫസ്റ്റ് സെക്കൻഡറി മിനിമം അറ്റ് P2, അതിൽ P2ൽ ഫസ്റ്റ് സെക്കൻഡറി മിനിമം എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ മാക്സിമ കഴിഞ്ഞിട്ട് അതിന്റെ ഫസ്റ്റ് മിനിമം വരുന്ന പോയിന്റ് എന്ന് പറയുന്നതിന്റെ കണ്ടീഷൻ A+B സൈൻ തീറ്റ പ്ലസ് ഡി തീറ്റ ഈക്വൽ ടു n ലാംഡ പ്ലസ് ലാംഡ ബൈ n. അപ്പോൾ അതായത് ലാംഡ ഇൻറ്റു എൻ പ്ലസ് 1/n എന്നുള്ള കണ്ടീഷൻ വരുമ്പോഴാണ് ഫസ്റ്റ് സെക്കൻഡറി മിനിമം വരുന്നത് ആഫ്റ്റർ ദ പ്രിൻസിപ്പൽ പ്രൈമറി മാക്സിമം. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സെക്കൻഡറി മിനിമം കിട്ടും. ഓക്കെ, ഇനി ഇതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലൈൻസ് ഓൺ ദ ഗ്രേറ്റിംഗ് ആണ് നമുക്കറിയാം. ഓക്കെ, ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലൈൻസ് ഓൺ ദ ഗ്രേറ്റിംഗ്. ഇനി ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, റൈറ്റ് സൈഡിൽ n ലാംഡ ഫസ്റ്റ് ടേം ഈക്വൽ ആണ്. അപ്പോൾ ഡി ലാംഡ എന്ന് പറയുന്നത് ദാറ്റ് n ഇൻറ്റു ഡി ലാംഡ ഷുഡ് ബി ഈക്വൽ ടു ലാംഡ ബൈ n. ഓക്കെ, അതിൽ നിന്നും ലാംഡ ബൈ ഡി ലാംഡ എന്നാൽ n ലാംഡ. n എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ദ സ്പെക്ട്രം ആൻഡ് ക്യാപിറ്റൽ N ഇസ് ദ നമ്പർ ഓഫ് ലൈൻസ് ഓൺ ദ ഗ്രേറ്റിംഗ്. ആ രീതിയിൽ നമുക്ക് എഴുതാം. റിസോൾവിംഗ് പവറിന് നമുക്ക് ആ രീതിയിൽ എഴുതാം. ഇനി മറ്റൊരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പാരാമീറ്റർ ആണ് ഡിസ്പേഴ്സീവ് പവർ ഓഫ് ഗ്രേറ്റിംഗ്. അതെന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു വേവ് ലെങ്ത് ഡി തീറ്റ ബൈ ഡി ലാംഡ. സോ നമുക്ക് ഗ്രേറ്റിംഗ് ലോ വെച്ചിട്ട് സൈൻ തീറ്റ ഇക്വൽ ടു n ലാംഡ ആണ് നമുക്ക് എഴുതാം. അതിനെ രണ്ട് സൈഡിലും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് തീറ്റ ഡി തീറ്റ ഇക്വൽ ടു n. ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. n ഡി ലാംഡ, ലാംഡയിലാണ് വേരിയേഷൻസ് വരാറുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഡി തീറ്റ ബൈ ഡി ലാംഡ എന്ന് പറയുന്നത് n ലാംഡ ബൈ കോസ് തീറ്റ എന്നാണ്. അപ്പോൾ റിസോൾവിംഗ് പവറിന് നമുക്ക് ഈ രീതിയിലൊരു എക്സ്പ്രഷൻ എഴുതാം. ഇനി ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ വളരെ ചെറുതാണെങ്കിൽ ഇത് 1 ആയിട്ടൊക്കെ നമുക്കതിന് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഓക്കെ, നൗ ഈ ഒരു ചാപ്റ്ററിലുള്ള ലാസ്റ്റത്തെ ടോപ്പിക് ആണ് ഡിറ്റർമിനേഷൻ ഓഫ് വേവ് ലെങ്ത് യൂസിങ് ഗ്രേറ്റിംഗ്. ഓക്കെ, അപ്പോൾ വേവ് ലെങ്ത് ഡിറ്റർമിനേഷൻ, അതായത് നമുക്ക് ഒരു മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ് തന്നിട്ടുണ്ട്. അതിന്റെ വേവ് ലെങ്ത് ഡിഫ്രാക്ഷൻ റേറ്റിംഗ് വെച്ച് എങ്ങനെയാണ് കാണുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രോമീറ്റർ ആണ്. ഓക്കെ, സ്പെക്ട്രോമീറ്റർ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ആംഗിൾ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഡിഫ്രാക്ഷൻ അതുപോലെ തന്നെ റിഫ്രാക്ഷൻ എന്നുള്ള ഫിനോമിനൻസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ബേസിക്കലി അത് ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിനൊരു വെർനിയർ ടേബിൾ ഉണ്ടായിരിക്കും. ഈ ടേബിളിലായിരിക്കും നമ്മൾ ഗ്രേറ്റിംഗ് പ്ലേസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അതിന് പ്രിസത്തിന് നമുക്കൊരു കോളിമേറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സോഴ്സ് ഓഫ് ലൈറ്റ് കൊടുക്കുക. ഇപ്പം നമ്മൾ മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ് ഇവിടെ കൊടുക്കും. അത് കോളിമേറ്ററിലൂടെ വന്നിട്ട് അത് ആദ്യം നമ്മൾ ഈ ഗ്രേറ്റിംഗ് ഒക്കെ വെക്കുന്നതിന് മുമ്പേ ഇത് ടെലസ്കോപ്പാണ്. ടെലസ്കോപ്പ് ഡയറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ടെലസ്കോപ്പിന് ഒരു ക്രോസ് വയർ ഉണ്ട്. ഈ ക്രോസ് വയറും ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ടായിരിക്കും. ഈ കോളിമേറ്ററിന് ഒരു സ്ലിറ്റ്, ആ നാരോ സ്ലിറ്റിലൂടെയാണ് ലൈറ്റ് കടന്നു വരുന്നത്. അപ്പോൾ ആദ്യം ഈ ക്രോസ് വയർ ഇതുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് വെർനിയർ ടേബിൾ 0, 180 ആയിട്ട് മാറ്റുന്നു. വെർനിയർ 1 0-ലും വെർനിയർ 2 180 ഡിഗ്രിയിലും വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഗ്രേറ്റിംഗ് ഈ ഒരു ടെലസ്കോപ്പ് മൂവ് ചെയ്തിട്ട് 90 ഡിഗ്രി മൂവ് ചെയ്തിട്ട് ഇവിടെ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, ടെലസ്കോപ്പ് ഇവിടെ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ആംഗിൾ ഒന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് 90 ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ ഗ്രേറ്റിംഗ് വെക്കുന്നു. അതിന് വെക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. ഗ്രേറ്റിംഗ് വെച്ചതിന് ശേഷം അപ്പോൾ ഇവിടെ വരുന്ന ലൈറ്റ് ഗ്രേറ്റിംഗിന് തട്ടി റിഫ്ലക്ട് ചെയ്തിട്ടാണ് ഈ 90 ഡിഗ്രിയിൽ വെച്ചിരിക്കുന്ന ടെലസ്കോപ്പിൽ വന്ന് വീഴുന്നു. ഓക്കെ, അപ്പോൾ ഈ ഗ്രേറ്റിംഗ് ടേബിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ ക്രോസ് വയറിൽ സ്ലിറ്റിന്റെ ഇമേജ് വരുന്ന രീതിയിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുക. ടേബിളാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇത് ഓൾറെഡി ഫിക്സ് ചെയ്തു, ടെലസ്കോപ്പ് ഓൾറെഡി ഫിക്സ് ചെയ്തു. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ സ്ലിറ്റിന്റെ ഇമേജ് ഇവിടെ കോൺസൈഡ് ചെയ്യുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു പൊസിഷനിൽ ഇവിടെ വരുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രി ആയിരിക്കും. അപ്പം നമുക്ക് വേണ്ടത് നോർമൽ ഇൻസിഡൻസ് ആണ്. അത് ഗ്രേറ്റിംഗിൽ 90 ഡിഗ്രിയിലാണ് ലൈറ്റ് വന്ന് വീഴേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഗ്രേറ്റിംഗ് ഒരു അഡീഷണൽ 45 ഡിഗ്രി പിന്നീട് തിരിക്കുക ഇങ്ങോട്ട്, ഈ ഡയറക്ഷനിൽ.
അത് തിരിക്കുന്ന സമയത്ത് ഗ്രേറ്റിംഗ് ഈ പൊസിഷനിലേക്ക് വരും. ആ പൊസിഷനിൽ വരുമ്പോൾ എക്സാക്ട്ലി ലൈറ്റ് ഒരു 90 ഡിഗ്രിയിലാണ്, അതായത് നോർമൽ ഇൻസിഡൻസ് ആയിട്ട് ഗ്രേറ്റിംഗിൽ വന്ന് വീഴും. ഇതാണ് എക്സ്പെരിമെന്റലി ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിനുശേഷം ഇത് ടെലസ്കോപ്പ് റിലീസ് ചെയ്യുക, നിങ്ങൾ ഇവിടെ വന്നിട്ട് നോക്കുക. അപ്പൊ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, സെൻട്രൽ മാക്സിമം ഉണ്ടാവും, അതായത് സ്ലിറ്റിന്റെ ഒരു ബ്രൈറ്റ് ഇമേജ് ഇവിടെ കിട്ടും. ഇനി അടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഗ്രേറ്റിംഗ്, ഈ പൊസിഷനിലാണ്. ഇപ്പോൾ ഇവിടെ സെൻട്രൽ മാക്സിമം ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ മൂവ് ചെയ്തു, ടെലസ്കോപ്പ് ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ യു ക്യാൻ വ്യൂ ദ ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രം. ഓക്കെ, അതുപോലെ ഇവിടെ സെക്കൻഡ് ഓർഡർ സ്പെക്ട്രം ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടെ അഗൈൻ ലെഫ്റ്റിലേക്ക് ഫസ്റ്റ് ഓർഡർ ഉണ്ടായിരിക്കും, ഇത് സെക്കൻഡ് ഓർഡർ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ദ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഫോർ ദ ഫസ്റ്റ് ഓർഡർ. ഇത് θ2 സെക്കൻഡ് ഓർഡറിന്റെ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഓരോ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ കാണാം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രത്തിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഗ്രേറ്റിംഗ് ലോ വെച്ചിട്ട് സൈൻ തീറ്റ ഈക്വൽ ടു ഇതിന് 1 ആകുമ്പോൾ n ലാംഡ എന്ന് വരും. അപ്പോൾ ലാംഡ ഈക്വൽ ടു സൈൻ തീറ്റ ബൈ n എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് നമ്പർ ഓഫ് ലൈൻസ് ഓൺ ദ ഗ്രേറ്റിംഗ് സർഫസ് അറിയാമെങ്കിൽ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. അതുപോലെ സെക്കൻഡ് ഓർഡർ സ്പെക്ട്രത്തിന്റെ ഇക്വേഷൻ സൈൻ തീറ്റ ഈക്വൽ 2n ലാംഡ എന്ന് വെച്ചിട്ട് ലാംഡ അഗൈൻ കണ്ടുപിടിക്കാം. ഇതിന്റെ രണ്ട് മീൻ എടുത്തിട്ട് നമുക്ക് വേവ് ലെങ്ത് ഓഫ് ദ മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കാം. ഇനി അഗൈൻ ഈ തീറ്റ എന്നൊക്കെ പറയുന്നത് നമുക്ക് ലാംഡ ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സ് മെർക്കുറി ലൈറ്റ്, അതായത് വൈറ്റ് ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സ്പെക്ട്രമാണ് നമ്മൾ നേരത്തെ ഈ പറഞ്ഞ രീതിയിലൊരു സ്പെക്ട്രമാണ് കിട്ടുക. ഓക്കെ, അതിൽ ഇതിങ്ങനെ സ്പ്രെഡ് ആവാനുള്ള കാരണം ഈ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഓരോ ഇപ്പം റെഡിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം, യെല്ലോ, ഗ്രീന്, ബ്ലൂ, അതിന്റെ എല്ലാത്തിന്റെയും വേവ് ലെങ്ത് നമുക്ക് ഇതേ എക്സ്പെരിമെന്റൽ സെറ്റ് വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, hope you understood the video. Thank you.